ബി.ജെ.പി ഏറെ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന വെസ്റ്റ് ബംഗാളിലും തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. വെസ്റ്റ് ബംഗാളിലാട്ടെ പതിവിന് വിരുദ്ധമായി തന്നെ പുലർച്ചെ 5:30 മുതൽ സ്ത്രീകളുടെ നീണ്ട നിരയാണ് ഓരോ ബൂത്തിന് മുൻപിലും കാണാൻ കഴിയുന്നത്. 9 മണി വരെ രേഖപ്പെടുത്തിയത് 18% പോളിംഗ് എന്ന് പറയുമ്പോൾ വെസ്റ്റ് ബംഗാളിന്റെ ചരിത്രത്തിൽ ആദ്യമായി നടക്കുന്ന ഒരു വലിയ രീതിയിലുള്ള ഒരു പോളിംഗ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഏതായാലും 2 ഘട്ടങ്ങളായിട്ടാണ് വെസ്റ്റ് ബംഗാൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 294 സീറ്റാണ് വെസ്റ്റ് ബംഗാളിൽ ആകെ ഉള്ളത്. അതിൽ 152 സീറ്റുകൾ, അതായത് ബി.ജെ.പിക്ക് വലിയ സ്വാധീനമുള്ള മേഖലയാണ്. ആ മേഖലയിലെ 152 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 77 നിയമസഭാ മണ്ഡലങ്ങളിൽ ബി.ജെ.പി 1ാം സ്ഥാനത്ത് എത്തിയിരുന്നു. ഏതായാലും ഈ മേഖലയിലെ ഈ 152 മേഖലയിൽ ഏതാണ്ട് 80-ന് 90-ന് ഇല്ലെങ്കിൽ 100 സീറ്റ് നേടാൻ കഴിഞ്ഞാൽ പിന്നീട് 2ാം ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ബി.ജെ.പിക്ക് ഭരണം ഉറപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ബി.ജെ.പിയുടെ ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങളും നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ റാലികളും നടത്തിയ ഒരു മേഖല കൂടിയാണ് ഈ പറയുന്ന 152 സീറ്റ് അടങ്ങുന്ന വടക്ക് പടിഞ്ഞാറൻ മേഖല. ഏതായാലും അവിടെയൊക്കെ ഒരു വലിയ തിരക്ക് തന്നെ, സ്ത്രീ വോട്ടർമാർ കൂട്ടമായി എത്തുന്ന ഒരു കാഴ്ച, അത് എന്തിന്റെ സൂചനയാണ് എന്നൊക്കെ ഉള്ളത് വോട്ടെണ്ണലിന് ശേഷം മാത്രമേ അറിയാൻ കഴിയൂ. കാരണം ഇതിനു മുൻപ് ഇത്തരത്തിൽ സ്ത്രീ വോട്ടർമാർ കൂടുതലായി എത്തിയിരുന്നില്ല. ഇത്തവണ സൈന്യവും ഒക്കെ കൂടുതലായി ഇറങ്ങി. ഏതാണ്ട് 2 ലക്ഷം സൈന്യമാണ്. 2 ലക്ഷം സൈന്യം ആദ്യമേ തന്നെ എത്തിയിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് 50,000 സൈന്യം കൂടി എത്തിയതോടുകൂടി 2 ലക്ഷം സൈന്യമാണ് ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ചകിതരായിരുന്ന ഒരു ജനത ഭയരഹിതരായി വന്ന് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. വലിയ രീതിയിൽ തന്നെ ഒരു ജനപങ്കാളിത്തം കാണുന്നുണ്ട്. ഈ മേഖല എന്ന് പറഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസിനും ശക്തിയുള്ള ഒരു ഇടം തന്നെയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് 58 സീറ്റാണ് ഇവിടെ ലഭിച്ചത്. പക്ഷേ ലോക്സഭ വന്നപ്പോൾ പിന്നെയും അത് മാറി മറിഞ്ഞു. 77 സീറ്റിന്റെ ലീഡ് ഈ 152 ഉണ്ടായിരുന്നു. അത് 100ലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ബി.ജെ.പി ലക്ഷ്യമിടുന്നത്. കാരണം ഇവിടുന്ന് 100 സീറ്റ് ബി.ജെ.പിക്ക് നേടാനായാൽ, ഈ 152-ൽ 100 സീറ്റ് നേടാനായാൽ പിന്നീട് അങ്ങോട്ട് പോകുമ്പോഴേക്കും അടുത്ത ഘട്ടം നടക്കുന്നതിന് മുൻപ് തന്നെ അവർക്ക് ഭരണം ഉറപ്പിക്കാൻ കഴിയും. കാരണം 294 സീറ്റുകളാണ്. 145 സീറ്റ് ഉണ്ടെങ്കിൽ ഭരിക്കാൻ കഴിയും. 100 സീറ്റിനടുത്ത് ഇവിടെ നിന്ന് വരികയും ബാക്കി സീറ്റുകൾ 2ാം ഘട്ടത്തിൽ ലഭിക്കുകയും കൂടെ ചെയ്താൽ വളരെ എളുപ്പത്തിൽ അവർക്ക് ഭരണത്തിലേക്ക് ഏറാൻ കഴിയും. ഏതായാലും കനത്ത ബന്ദോബസ്ത്, കനത്ത സുരക്ഷയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒപ്പം തന്നെ തമിഴ്നാട്ടിലെ 234 മണ്ഡലങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾ പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.